പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്. ഇതേ തുടർന്ന് കൃഷ് കൺമണിയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു. കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് കൺമണിയോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൺമണി ഒറ്റയ്ക്കല്ല, കൺമണിയുടെ കൂടെ ഞാനുണ്ട്. എന്ത് പ്രശ്നമുണ്ടായാലും കൺമണിയെ സഹായിക്കാൻ ഞാൻ കൂടെ നിൽക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഒരു പ്രശ്നവും കൺമണിക്ക് സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയാണ് കൃഷ്. കൃഷിന്റെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല കൺമണി. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെയാണ് കൺമണി നിൽക്കുന്നത്. മാത്രവുമല്ല, തൻ്റെ സ്വഭാവവും മാറി വരികയാണ്. എങ്ങനെയാണ് ഇത്രയും ധൈര്യം തനിക്കുണ്ടായത്? രാത്രി ഒറ്റയ്ക്ക് ക്രഷ് സാറിനെ കാണുന്നതിന് വേണ്ടി പോവുക. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് മറച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പു തന്നെയാണ്. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? എന്താണ് ഈ മാറ്റത്തിന് കാരണം? സത്യങ്ങൾ എന്തായിരിക്കും എന്ന് മനസ്സിൽ തന്നെ ചോദിച്ചതിനെ തുടർന്നാണ് കൃഷ് സാറിന് വേദനിക്കുമ്പോൾ തനിക്കും വേദനിക്കുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതോടെ പുതിയൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് കൺമണിക്ക്. താൻ കൃഷ് സാറിനെ ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. കൃഷ് സാർ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. താൻ കൃഷിനെ പ്രണയിക്കുന്നു. ഒടുവിൽ ആ സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവൾ. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം തുറന്ന് പറയുക തന്നെ വേണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്ന് കൺമണി. മാത്രവുമല്ല, താൻ കാരണം മാനസയുടെ ചതിയിൽ കൃഷ് സാർ വീഴരുത്. കൃഷ് സാറിൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനാണ് അവൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസ മേഡത്തെ ഒന്നുപോയി കണ്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്ത് മുന്നിലേക്ക് പോയിരിക്കുകയാണ് കൺമണി. ഇതിൻ്റെ ഭാഗമായി ചെന്ന് കാണുകയും ചെയ്യുന്ന കൺമണി മാനസ മേഡത്തോട് കാര്യങ്ങൾ പറയുകയാണ്. മാഡം ഇപ്പോൾ കൃഷ് സാറിനോട് ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ് മാഡം ചെയ്യേണ്ടത്. മാത്രവുമല്ല, കൃഷ് സാറിനെ മാഡം പ്രണയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. കൃഷ് സാർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡത്തോട്. അതുകൊണ്ട് തന്നെ മാഡം കൃഷ് സാറിനെ ശിക്ഷിക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല. കൺമണി ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ മാത്രമാണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചത് പോലെ തന്നെ മുന്നിലേക്ക് പോകും. അതല്ലേ നല്ലത്? ഈ കാര്യം ചോദിച്ചതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ. ഇതോടെ ഇനി സത്യങ്ങളെല്ലാം കൃഷ് സാറിനെ അറിയിച്ചില്ല എങ്കിൽ താൻ കൂടി കുറ്റക്കാരിയാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കൺമണി കൃഷിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കൃഷ് സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കൃഷ്. ഇതോടെ
താൻ കാരണമാണ് മാനസ മേഡത്തിന്റെ ചതിയിൽ കൃഷ് സാർ വീണത് എന്നും അത് ഒരിക്കലും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. ഇതോടെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് മാനസ ഇങ്ങനെയൊക്കെ തയ്യാറാകുന്നത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൃഷിനോട് കൺമണി. സത്യങ്ങൾ അറിയുന്ന കൃഷ് ആകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.